അഞ്ചു നീ എണീറ്റാ? അല്ലടാ, അമ്പലത്തിൽ പോയി വരണെന്ന് ഇത്ര നേരം നിങ്ങൾ എന്താക്കിയതാ? ഞങ്ങൾ വരുന്ന വഴിക്ക് കാപ്പാട് ബീച്ച് വഴിയാണ്, പിന്നെ കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഇവിടെ നാട്ടിൽ ബീച്ചൊന്നും ഇല്ലല്ലോ. നീ എന്നെ കൊണ്ടൊന്ന് ആക്കിത്താ, എന്നിട്ട് ബീച്ചിലോ പാർക്കിലോ എവിടെയാ പോ, എനിക്കിന്ന് പോകേണ്ടതാ. എന്തിനാ അഞ്ചു ഇപ്പൊ തന്നെ പോന്ന്? ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയപ്പോഴേ, ഏട്ടൻ നാട്ടിലത്തല്ലേ. ഓ, അതൊന്നും പറഞ്ഞ എന്റെ അമ്മായിമ്മക്ക് മനസ്സിലാവില്ല. നീ വല്ലതും കഴിക്കേണ്ടി കഴിച്ചിട്ട് വാ, എനിക്ക് പോകാൻ സമയമായി. എന്നാ നീ മാറ്റിയൊക്കെ പോരാ. അതെ, രാവിലെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ വേഗം വരാൻ അറിയില്ലേ? ഇവിടെ ഒരുപാട് പണിയുള്ളതല്ലേ, അത് കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടാ. ഞാൻ പോകുമ്പോ അടിച്ചൊടിച്ചിട്ടാ പോയത്. അടിച്ചു തുടച്ചോ പറഞ്ഞിട്ട് എല്ലാ പണിയും കഴിഞ്ഞു എന്നാ? അതെ, ഈ വീട്ടിലൊരു ചിട്ടയുണ്ട്, അതിനനുസരിച്ച് വേണം നടക്കാൻ. അല്ലാതെ രാവിലെ തന്നെ ബീച്ചിലും പാർക്കിലും കറങ്ങി നടക്കല്ല വേണ്ടത്. മോനെ, നിനക്കിന്ന് ലീവല്ലേ? നീ ഒരു കാര്യം ചെയ്യോ, അഞ്ചു വരണം മറ്റും നിൽക്കുന്നു. മോൻ ഒന്ന് പോയി കൂട്ടിയിട്ട് വരുമോ? ഓളല്ലേ ഇവിടെ നിക്കാൻ സമയമില്ല പറഞ്ഞിട്ട് പോയത്. ഇപ്പൊ ഒരാഴ്ചയല്ലേ ആയുള്ളൂ, അതെന്താ വീണ്ടും തിരിച്ചു വരുന്നേ? അവളുടെ അമ്മായിയമ്മയായിട്ട് എന്തോ പ്രശ്നം ഉണ്ടാക്കിയത്രേ. നിനക്ക് അവളുടെ സ്വഭാവം അറിയുന്നതല്ലേ. അയ്യമ്മ ഒന്ന് പറഞ്ഞ അവൾ തിരിച്ച് 10 പറയും. പിന്നെ അവനും അവിടെ ഇല്ലാത്തതല്ലേ. മോൻ ഒന്ന് പോയി കൂട്ടിയിട്ട് വാടാ. ഇതൊരു പടുപ്പായല്ലോ അവൾക്ക്. ഇത് എത്രാമത്തെ പ്രാവശ്യം പണിക്ക് വരുന്നേ? ആ അമ്മായിമ്മ ഒരു പാവല്ലേ. ഇത് അതൊന്നും അല്ലമ്മേ, അവൾക്ക് പണിയെടുക്കാൻ മടി. അമ്മയ്ക്കൊന്ന് പറഞ്ഞ് മനസ്സിലായിക്കൂടെ അവളെ? അതൊക്കെ എനിക്ക് അറിയാം മോനെ. പിന്നെ അവനും നാട്ടിലില്ലാത്തതല്ലടാ. മോളാണെങ്കിൽ വരണം പറഞ്ഞ വാശി പിടിക്കുന്നു. മോനൊരു കാര്യം ചെയ്, ഇവിടെ വന്ന ശേഷം പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ എന്തെങ്കിലും പറഞ്ഞ അവൾക്ക് വിഷമമാകും. നീയാണെങ്കിൽ ഇപ്പൊ ആ രീതിക്കല്ലേ അവൾ എടുക്കുള്ളൂ. ഞാൻ എന്തായാലും വിളിച്ചിട്ട് തരാം. എന്തായാലും അളിയെന്ന് വിളിച്ചോക്കട്ടെ, എന്താ പ്രശ്നം എന്ന് അറിയണല്ലോ. അതെ, ഇന്നലെ ഞാൻ റൂമിൽ മാറ്റിയിട്ടൊരു ചുരിദാറുണ്ട്, അതൊന്ന് വാഷ് ചെയ്യണേ. പിന്നെ അത് മെഷീനിലിടണ്ട കേട്ടോ, ഹാൻഡ് വാഷ് ചെയ്താൽ മതി. അതിൽ ഒരുപാട് വർക്ക് ഉള്ളതാ. മോളെ അഞ്ചു. എന്താ ഏട്ടാ? ഇടി, നീ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് അവിടുന്ന് പ്രശ്നം ഉണ്ടാക്കി വരുന്നത്? അതൊരു പാവം അമ്മായിയമ്മയല്ലേ. പാവം, അത് നിങ്ങൾ എപ്പോഴെങ്കിലും അല്ലേ വരുന്നുള്ളൂ, അതുകൊണ്ട് തോന്നാ. അതിന്റെ കൂടെ 2 ദിവസം ഇരുന്നാ മതി, അപ്പൊ മനസ്സിലാവും ഒറിജിനൽ സ്വഭാവം എന്താന്ന്. അങ്ങനെയൊന്നും പറയല്ലേ അഞ്ചു. ഒന്നത് പ്രായം അച്ഛനമ്മയല്ലത്. അളിയനാണെങ്കിൽ നാട്ടിലും ഇല്ല. എടി, നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിണങ്ങി നാടെ പണി ചെയ്യാറല്ലേ? അല്ലടാ, ഇതിനു മുമ്പ് ഞാൻ അങ്ങനെ കുറെ തവണ പിണങ്ങി വന്നിട്ടില്ലേ, അപ്പോഴൊന്നും പറയണ. നീ എന്തിനാ ഇപ്പൊ പറയുന്നത്? അവള് പറയാൻ പറഞ്ഞിട്ടുണ്ടാവില്ലേ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന അവൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അഞ്ചു, നീ വേണ്ടാത്ത ഓരോന്ന് പറഞ്ഞല്ലേ. അമ്മ എന്നോട് പറയാൻ പറഞ്ഞു, അപ്പൊ പറഞ്ഞതേ ഉള്ളൂ. അമ്മ എന്തായാലും ഇങ്ങനെ പറയില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ വെറുതെ ഉരുണ്ട് കളിക്കാൻ നിൽക്കണ്ട. ഇതിന്റെ പിന്നിൽ ആരാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ പൊന്നു മോളെ, ഞാൻ നിന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. നീ എന്തോ ചെയ്. അടുത്ത ആഴ്ച അവര് ഹണിമൂണിന് പോവാന്ന് കേട്ടല്ലോ, എങ്ങോട്ടാ പോകുന്നത്? അവര് ബാംഗ്ലൂരാ മോളെ പോകുന്നത്. കുറെ ആയി പ്ലാൻ ചെയ്യണു, പാവങ്ങൾക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. കല്യാണം കഴിഞ്ഞ് 2 വർഷമായിട്ട് ഞങ്ങൾ ഇന്നേ വരെ ഹണിമൂണിന് പോയിട്ടില്ല. അവൻ ഇപ്പൊ 2 മാസം കൊണ്ട് പോവാൻ നിൽക്കുക അല്ലേ? മനു ഗൾഫിലല്ലേ മോളെ. കല്യാണം കഴിഞ്ഞിട്ട് മോനെ അധികം ലീവ് കിട്ടാത്ത കാരണമല്ലേ നിങ്ങൾ പോകാതിരുന്നത്. പിന്നെ ഇപ്പൊ അവൻ ഇടയ്ക്ക് വരുമ്പോഴൊക്കെ നിങ്ങൾ ട്രിപ്പ് പോകുന്നുണ്ടല്ലോ. കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂണിന് പോകണ്ട് പിന്നെ എവിടെയെങ്കിലും പോയി കൊണ്ട് കാര്യം ഉണ്ടമ്മേ? എനിക്കെന്തോ അവർ എന്റെ മുന്നിൽ ഹണിമൂണിന് പോകാൻ പറയുമ്പോ സങ്കടം വരുന്ന പോലെ. അമ്മ ഒരു കാര്യം ചെയ്യ്, ഞാൻ പോയതിനു ശേഷം അവരോട് പോയാൽ മതി പറയും. അല്ല മോളെ, അവർ ഇത്രയും ആഗ്രഹിച്ച് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചതല്ലേ. ഞാൻ പോകണ്ടവനെ കുട്ടികൾക്ക് വിഷമാവില്ലേ? ഓ, അപ്പൊ ഞാൻ വിഷമിച്ച അമ്മയ്ക്ക് കുഴപ്പമില്ല അല്ലേ? അമ്മയ്ക്ക് ഇപ്പൊ എന്നെക്കാളും വലുത് ഇന്നലെ കയറി വന്നവളാണല്ലേ. ആയിക്കോട്ടെ അമ്മ. അമ്മ എന്തായി പറയുന്നത്? ഞങ്ങൾ എത്ര ദിവസം പ്ലാൻ ചെയ്തെന്നറിയോ? പിന്നെ പോവാൻ നടക്കില്ല അമ്മ, എനിക്ക് ഓഫീസിൽ ലീവ് കിട്ടില്ല. അല്ല, ഞങ്ങൾ പോകുന്നുണ്ട്, അവൾക്ക് എന്താ പ്രശ്നം? അവരിതുവരെയായിട്ട് ഹണിമൂണിന് പോയിട്ടില്ലല്ലോ. അപ്പൊ അവളുടെ മുൻപിൽ നിങ്ങൾ പോകുമ്പോ അവൾക്ക് വിഷമമാവില്ലേ? ഏട്ടൻ ലീവിന് വരുമ്പോ എല്ലാ പ്രാവശ്യം ട്രിപ്പിന് പോകുന്നുണ്ടല്ലോ. സച്ചു ബാഗെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഞാനിപ്പോ അവളോട് എന്താ പറയാ? ആ കുട്ടിക്ക് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവും മോനെ. നിനക്ക് ഇവളുടെ സ്വഭാവം അറിയില്ലേ. നിങ്ങൾ പോയി കഴിഞ്ഞപ്പോ ഒരേ കരച്ചിലായിരിക്കും ഇവിടെ. എന്തോ നാമത്.
അഞ്ജു, അമ്മ 2 ദിവസമായി പനിയെ കിടക്കുന്ന നിനക്ക് അറിയില്ലേ? അല്ലെങ്കിൽ അമ്മ ഇവിടെ എന്തെങ്കിലും സഹായിച്ചു കൊടുക്കായിരുന്നു. ഇപ്പോൾ ഒറ്റയ്ക്ക് എല്ലാ പണിയും ചെയ്യുന്നത്. നീ ഒരു പണിയില്ലാതെ മൊബൈൽ നോക്കിയിരിക്കല്ലേ? ഇവിടെ എന്തൊക്കെ പണിയുണ്ട് പറഞ്ഞാ ഒന്നവളെ സഹായിച്ചു കൊടുക്ക്. അല്ലെങ്കിൽ അവൾക്ക് പീരീഡ്സാ. അയ്യടാ, ഞാൻ അവിടുത്തെ ഗസ്റ്റാ. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വരുന്നത് ഞാൻ എന്തിനാ ഇവിടുത്തെ പണിയെടുക്കുന്നത്? അവള് വേണമെങ്കിൽ ചെയ്തോട്ടെ. എപ്പോഴെങ്കിലും അല്ല, നീ ഇവിടെ തന്നെയാണ്. നീ വർഷത്തിൽ 1-2 മാസം മാത്രമേ നിന്റെ ഭർത്താവിന് വീട്ടിൽ പോയി നിൽക്കുള്ളൂ. അതുകൊണ്ട് ഇവിടുത്തെ പണി ചെയ്താൽ ഒന്നും സംഭവിക്കില്ല. നീ പോയി സഹായിച്ചു കൊടുക്ക്. കല്യാണത്തിന് മുമ്പ് ഒരു വാക്ക് പോലും പറയാതിരുന്നതാ. ഇപ്പൊ കണ്ടില്ല അവന്റെ സ്വഭാവം മാറിയത്. അല്ലെങ്കിൽ ഒരു അധികം പറ്റായിട്ട് ഞാനിവിടെ നിൽക്കുന്നില്ല. ഞാൻ മനോന്റെ വീട്ടിൽ പോവാ. ആര് പോവാൻ? ഇതൊക്കെ എത്ര കേട്ടതാ. പണിയെടുക്കാൻ മടി, എല്ലാം കണ്ട് അളിയന്റെ ഒരു വീതി. അമ്മയ്ക്ക് വന്നോടല്ലോ സിനിമയ്ക്ക്? നല്ല സിനിമ അല്ലായിരുന്നു? നമുക്ക് ഒരുമിച്ച് പോയായിരുന്നില്ലേ? ഞാൻ വരുന്നില്ല മോനെ, ഇവിടെ അവളെ ഒറ്റയ്ക്കല്ലേ. ഞാൻ അവളോടും പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് വന്ന്, പക്ഷെ അവളും വരുന്നില്ല എന്ന് പറഞ്ഞു. അത് സാരമില്ല മോനെ, കല്യാണം കഴിഞ്ഞ് നിങ്ങൾ ഇതുവരെ എവിടെയും പോയിട്ടില്ലല്ലോ. സിനിമയൊക്കെ കണ്ട് പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പതുക്കെ വന്നാൽ മതി. അയ്യോ അമ്മ, ഏട്ടൻ പോയാൽ ശരിയാവില്ല. ഇപ്പൊ മനോട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് അവിടെ പോവാൻ. നീയേ ഒരു കാര്യം ചെയ്യ, എന്നെ അവിടെ കൊണ്ടുപോയിട്ടിട്ട് അവിടെ വെച്ചപ്പോ. അതാ നല്ലേ. നീ വന്നിട്ട് ഇപ്പൊ 1 മാസം കഴിഞ്ഞില്ലേ? എന്നാ വേഗം മാറ്റിക്കോ. സിനിമയ്ക്ക് വന്ന വഴിക്കേ വീട്ടിൽ കൊണ്ടുവിടാ. അയ്യോ, ഞാനൊന്നും ഇപ്പൊ പോകുന്നില്ലേ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് പതുക്കെ പോകുന്നുള്ളൂ. 5-12 മണിക്കാ ഷോ. ഉച്ചശേഷം പോയിട്ട് എന്താക്കാനാ? അടുത്ത ഷോയ്ക്ക് നേരിട്ട് പോയി ടിക്കറ്റ് കിട്ടണടി. ഇത് 2 ദിവസം മുമ്പ് ബുക്ക് ചെയ്തോണ്ട് കിട്ടിയതാ. ഇന്ന് തന്നെ സിനിമ കണ്ടില്ലെങ്കിൽ നിനക്ക് ഇപ്പൊ എന്താവാനാ? നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത ഞായറാഴ്ചയും പോവാലോ. മോളെ, നീ എന്തൊക്കെയാ പറയുന്നത്? ആ കുട്ടി ഡ്രസ്സ് നിൽക്കുകയല്ലേ. കഴിഞ്ഞ ആഴ്ച എന്റെ വീട്ടിൽ പോയിട്ട് വെച്ചാൽ അപ്പോഴും ഞാൻ സമ്മതിച്ചില്ല. ഡ്രസ്സ് വാങ്ങാൻ അതുകൾ പോകാൻ നോക്കും. അപ്പോഴും ഓരോ കാരണം പറഞ്ഞ് മുടക്കി. ഇപ്പൊ അവർ പുറത്തു പോയി നിനക്ക് എന്താ പ്രശ്നം? എന്റെ അമ്മോ, ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോയിക്കോളാം. അത് കഴിഞ്ഞ് വഴിക്ക് ഞാൻ വരില്ല. നിങ്ങൾ അമ്മയും മക്കളും കൂടി സുഖമായിട്ട് ജീവിച്ചോ. അയ്യോ, ഞാനൊന്ന് ചീത്തയും പറഞ്ഞു പോയി. പാവം. നീ ഒരു കാര്യം ചെയ്യും മോനെ, ഭക്ഷണം കഴിച്ച് അവളെ ഒന്ന് കൊണ്ടുവിടും. സിനിമയ്ക്ക് ഞാൻ അടുത്ത ആഴ്ച പോകും. അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? അഞ്ജു, നീ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞല്ലേ? സമയം 2 മണി. മാറ്റി കൊണ്ടാക്കി തരാം. അതിപ്പോ ഞാൻ മനോട്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടൻ പറഞ്ഞു കുറച്ചു ദിവസം കൂടി നിന്നിട്ട് വന്നാ മതി എന്ന്. ചിലക്കാണ്ട് പോയി മാറ്റി അവിടുന്ന് കൊണ്ടാക്കി തരാന്നല്ലേ പറഞ്ഞത്? നിർത്ത മോളെ നിന്റെ കള്ളക്കരച്ചില്. നിന്നെ പോലെ ഒരു പെൺകുട്ടിയല്ലേ അവളും? നീ എന്തിനാ അവരുടെ ജീവിതത്തിൽ കൂടുതൽ ഇടപെടാൻ നിൽക്കുന്നത്? നിന്നെ കല്യാണം കഴിച്ച് കൊടുത്ത അവിടെയല്ലേ? നീ അവിടെ പോയി ഇരിക്കാൻ നോക്ക്. മോളെ അഞ്ജു, നിന്നോട് ഞങ്ങൾക്ക് ആർക്കും ദേഷ്യമില്ലടാ, ഇഷ്ടം മാത്രമേ ഉള്ളൂ. നീ ഇങ്ങോട്ട് വരുന്നത് ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. പക്ഷെ നീ ഞങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ഇടപെടുമ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരു ആഴ്ച ഉണ്ടാവൂടാ. നീ ഏറ്റവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? അതേപോലെയല്ല നീ ചിന്തിക്കേണ്ടത്. മിക്ക കുടുംബങ്ങളിലും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഒന്നുകിൽ അവരുടെ പാരന്റ്സോ അല്ലെങ്കിൽ ഇതുപോലത്തെ നാത്തൂന്മാരോ അവരുടെ ജീവിതത്തിൽ കൂടുതലായി ഇടപെടുന്ന കാരണമാണ്. കല്യാണശേഷം ഒരു ഭാര്യയും ഭർത്താവിന്റെ ജീവിതത്തിൽ ആരും തന്നെ കൂടുതലായി ഇടപെടാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലത്തെ നാത്തൂന്മാരുടെ പ്രശ്നം നിങ്ങളും അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ കമന്റ്സോ അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും ഇതുപോലത്തുള്ള നാത്തൂമാർ ഒന്ന് മാറി ചിന്തിക്കട്ടെ.